എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 151, അതായത് 153. മൊറുല ഈസ് എ ക്ലസ്റ്റർ ഓഫ് 16 to 32 സെൽസ്. അതായത് ഹൗ മെനി സെൽസ് മൊറുല ഹാസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് സെൽസ് വിച്ച് ഹാസ് 16 to 31 സെൽസ്. അതായത് മൊറുല എന്ന് പറയുന്നത് ഒരു കൂട്ടം സെല്ലുകളാണ്. അവ 16 മുതൽ 32 സെല്ലുകൾ വരെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി 152ാമത്തെ ചോദ്യം. മൊറുല ഈസ് ഫോംഡ് വിത്തിൻ 3 to 4 days. ഹൗ മെനി ഡേയ്സ് ഇറ്റ് ടേക്സ് ഫോർ മൊറുല ടു ബി ഫോംഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക മൊറുല ഈസ് ഫോംഡ് വിത്തിൻ 3 to 4 days. അതായത് മൊറുല ഫോംഡ് രൂപപ്പെടുന്നു വിത്തിൻ 3 to 4 days, അതായത് 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ. ഇനി 153ാമത്തെ ചോദ്യം. മൊറുല ഡെവലപ്പ് ഇൻ ടു എ ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിറ്റ് ഫ്രം 5 to 6 days. ഓക്കെ, ഹൗ മെനി ഡേയ്സ് ഇറ്റ് ടേക്സ് ഫോർ മൊറുല ടു ബിക്കം ബ്ലാസ്റ്റോസിറ്റ്. അതായത് എത്ര ദിവസം എടുക്കും മൊറുലയ്ക്ക് ഒരു ബ്ലാസ്റ്റോസിറ്റ് ആയിത്തീരുന്നതിന് എന്നുള്ള ഒരു ചോദ്യം വന്നാൽ നമ്മൾ എഴുതുക മൊറുല ഈസ് ഡെവലപ്പ് ഇൻ ടു എ ഫ്ലൂയിഡ് ഫിൽഡ് ബ്ലാസ്റ്റോസിറ്റ് ഫ്രം 5 to 6 days. അതായത് മൊറുല ഡെവലപ്സ് വളരുന്നു ഇൻ ടു എ ഫ്ലൂയിഡ് ഫിൽഡ്, അതായത് ദ്രവം നിറഞ്ഞ ബ്ലാസ്റ്റോസിറ്റ് ആയിത്തീരുവാനായിട്ട് 5 to 6 days, 5 മുതൽ 6 ദിവസം വരെ എടുക്കുന്നു. ഇനി 154ാമത്തെ ചോദ്യം. ദ ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ചസ് ടു ദ ഇന്നർ ലൈനിങ് ഓഫ് the uterus called endometrium and begins to grow. So നമുക്ക് ചോദിക്കാം where does the blastocyst attaches and grows എന്ന് ചോദിച്ചാൽ എവിടെയാണ് ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ച് ചെയ്ത് വളരുന്നത് എന്നുള്ള ഒരു ചോദ്യം വന്നാൽ നമ്മൾ ഇങ്ങനെ ഉത്തരം എഴുതുക ദ ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ചസ് ടു ദ ഇന്നർ ലൈനിങ്. അതായത് ബ്ലാസ്റ്റോസിറ്റ് ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്, അതായത് യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഇന്നർ ലൈനിങ്ങിലേക്കാണ് അത് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. ഈ ഇന്നർ ലൈനിങ് ഈസ് കോൾഡ് എൻഡോമെട്രിയം. ഈ ഇന്നർ ലൈനിങ്ങിന് പറയുന്ന പേരാണ് എൻഡോമെട്രിയം ആൻഡ് ബിഗിൻസ് ടു ഗ്രോ. അവിടെ ഇത് വളരുവാനായിട്ട് തുടങ്ങുന്നു. ഇനി 155ാമത്തെ ചോദ്യം. ദ ബ്ലാസ്റ്റോസിറ്റ് അറ്റാച്ചസ് ടു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് കോൾഡ് എൻഡോമെട്രിയം ആൻഡ് ബിഗിൻസ് ടു ഗ്രോ. ദിസ് പ്രോസസ് ഈസ് ഇംപ്ലാന്റേഷൻ. അപ്പം ഇംപ്ലാന്റേഷൻ എന്ന് വെച്ചാൽ എന്ത്? വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? ഓക്കെ, വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ എന്ന ഒരു ചോദ്യം വന്ന് നമ്മൾ എഴുതുക ദ ബ്ലാസ്റ്റോസിറ്റ്സ് അറ്റാച്ചസ് ടു ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്. അതായത് ബ്ലാസ്റ്റോസിറ്റ് യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്യപ്പെടുന്ന ഈ ഇന്നർ ലൈനിങ്ങിനെ എൻഡോമെട്രിയം എന്ന് പറയുന്നു. അവിടെ ഇത് വളരുന്നു, അവിടെയാണ് ഈ ബ്ലാസ്റ്റോസിറ്റ് വളരുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഇങ്ങനെ വളരുന്ന പ്രവർത്തനത്തിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. സോ അപ്പോൾ വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ എന്ന് ചോദിച്ചാൽ ഈ ഉത്തരമാണ് എഴുതേണ്ടത്. ഓക്കെ, സിമ്പിളായിട്ട്. ഇനി 156ാമത്തെ ചോദ്യം. പ്രഗ്നൻസി ബിഗിൻസ് വിത്ത് ഇംപ്ലാന്റേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുവാണ് വെൻ ഡു പ്രഗ്നൻസി ബിഗിൻസ്, എപ്പോഴാണ് പ്രഗ്നൻസി തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം പ്രഗ്നൻസി ബിഗിൻസ് വിത്ത് ഇംപ്ലാന്റേഷൻ എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി 157ാമത്തെ ചോദ്യം. Blastocysts become an embryo and develop into features through growth and differentiation. അതായത് ബ്ലാസ്റ്റോസിറ്റ് എന്താണ് ആയിത്തീരുന്നത്? ബിക്കംസ് ആൻ എംബ്രിയോ. ബ്ലാസ്റ്റോസിറ്റ് ഒരു എംബ്രിയോ ആയിത്തീരുന്നു ആൻഡ് ഡെവലപ്പ് ഇൻ ടു ഫീച്ചേഴ്സ്, എന്നിട്ട് അതൊരു ഫീറ്റസ് ആയി മാറുന്നു ത്രൂ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ. അത് വളരുകയും വിഭജിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്തായിത്തീരുന്നത്? ബ്ലാസ്റ്റോസിറ്റ് ബിക്കം എംബ്രിയോ ആയിത്തീരുന്നത്. ഹൗ ബ്ലാസ്റ്റോസിറ്റ് ബിക്കം ആൻ എംബ്രിയോ, എങ്ങനെയാണ് ബ്ലാസ്റ്റോസിറ്റ് ഒരു എംബ്രിയോ ആയിത്തീരുന്നത്? ഹൗ ബ്ലാസ്റ്റോസിറ്റ് ബിക്കം ആൻ എംബ്രിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം ദ ബ്ലാസ്റ്റോസിറ്റ് ബിക്കം ആൻ എംബ്രിയോ ആൻഡ് ഡെവലപ്പ് ഇൻ ടു ഫീറ്റസ്. ബ്ലാസ്റ്റോസിറ്റ് ഒരു എംബ്രിയോ ആയിത്തീരുകയും എന്നിട്ട് അത് ഫീറ്റസ് ആയിത്തീരുകയും ചെയ്യുന്നത് ത്രൂ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ, ത്രൂ വളർച്ചയിലൂടെയും സെല്ലുകളുടെ വിഭജനത്തിലൂടെയുമാണ് ഇത് സംഭവിക്കുന്നത്. ഇനി 158ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ത്രൂ ദ ബ്ലഡ് വെസൽസ് ഇൻ ദ അംബ്ലിബിക്കൽ കോഡ് ദ ഫീറ്റസ് റിസീവ് ഓൾ ദ നെസസറി ന്യൂട്രിയൻസ്, ഓക്സിജൻ, ലൈഫ് സപ്പോർട്ട് ഫ്രം ദ മദർ. ഓക്കെ, അപ്പം വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് അംബ്ലിബിക്കൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ബ്ലഡ് വെസൽസ് ഇൻ ദ അംബ്ലിബിക്കൽ കോഡ്, എന്താണ് അംബ്ലിബിക്കൽ കോഡിലുള്ള ബ്ലഡ് വെസലുകളുടെ ഫങ്ഷൻ, അല്ലെങ്കിൽ എന്താണ് അംബ്ലിബിക്കൽ കോഡിൻ്റെ ഫങ്ഷൻ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1 മാർക്കിൻ്റെ ചോദ്യമാണ് എഴുതുക. ത്രൂ ദ ബ്ലഡ് വെസൽസ് ഇൻ ദ അംബ്ലിബിക്കൽ കോഡ്. അതായത് അംബ്ലിബിക്കൽ കോഡിലുള്ള ബ്ലഡ് വെസലിലൂടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദ ഫീറ്റസ് റിസീവ്സ് ഓൾ ദ നെസസറി, ഫീറ്റസിന് എന്ത് ചെയ്യുന്നു? ഓൾ ദ നെസസറി ന്യൂട്രിയൻ, അതായത് പോഷകങ്ങളും ഓക്സിജനും ലഭിക്കുന്നു. ആ ലൈഫ് സപ്പോർട്ട് ഫ്രം ദ മദർ, അതുപോലെ തന്നെ ലൈഫ് സപ്പോർട്ടും, അമ്മയിൽ നിന്ന് ലൈഫ് സപ്പോർട്ടും ലഭിക്കുന്നു. ഇനി 159ാമത്തെ ചോദ്യം. വേസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ ഫീറ്റസ് ആർ സെൻഡ് ബാക്ക് ത്രൂ ദ
umbilical cord to placenta to the mother's circulation to eliminate. How do the fetus get rid of its waste materials എന്നൊരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണ് ഗർഭത്തിലിരിക്കുന്ന ശിശു തൻ്റെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയലുകളിലെ പുറംകളയുന്നത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കിയെടുക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതുക: വേസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. വേസ്റ്റ് പ്രോഡക്റ്റും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ ഫീറ്റസ്, അതായത് ഫീറ്റസിൽ ഉള്ള വേസ്റ്റ് പ്രോഡക്റ്റും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ കാർബൺ ഡൈ ഓക്സൈഡേയും ഫീറ്റസ് ആർ സെൻഡ് ബാക്ക് ത്രൂ ദ അംബ്ലിബിക്കൽ കോഡ്. അവയെ എന്ത് ചെയ്യുന്നു? സെൻഡ് ബാക്ക് ചെയ്യുന്നു, അതായത് അംബ്ലിബിക്കൽ കോഡിനെ തിരിച്ചയക്കുന്നു ടു പ്ലാസൻ്റ, പ്ലാസൻ്റയിലേക്കും അവിടെ നിന്നും പ്ലാസൻ്റയിൽ നിന്ന് ടു മദേഴ്സ് സർക്കുലേഷൻ ടു എലിമിനേറ്റ്. മദേഴ്സ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ മദറിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റമാണ്. മദറിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റത്തിലേക്കും അവിടെ നിന്നും അമ്മയുടെ ശരീരത്തിൽ നിന്നും അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇനി നമ്മൾ 160ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, 160ാമത്തെ ചോദ്യം: ദ പ്ലാസൻ്റ ഈസ് ആൻ ഓർഗൻ ദാറ്റ് ഫോംസ് ഇൻ ദ വൂം ഡ്യൂറിങ് പ്രഗ്നൻസി. വെൻ ഡു പ്ലാസൻ്റാസ് ഫോംഡ് എന്നാണ് ചോദ്യമെങ്കിൽ എപ്പോഴാണ് പ്ലാസൻ്റ രൂപപ്പെടുന്നത്? വെൻ ഡു പ്ലാസൻ്റാസ് ഫോം, എപ്പോഴാണ് പ്ലാസൻ്റകൾ രൂപപ്പെടുന്നത്? പ്ലാസൻ്റ ഈസ് ആൻ ഓർഗൻ, പ്ലാസൻ്റ എന്ന് പറയുന്ന ഒരു ഓർഗനാണ്. ദാറ്റ് ഫോംസ് ഇൻ ദ വൂം, അത് വൂമ്പിലാണ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിലാണ് രൂപപ്പെടുന്നത്. ഡ്യൂറിങ് പ്രഗ്നൻസി, അത് പ്രഗ്നൻസിയുടെ സമയത്താണ് രൂപപ്പെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി 161ാമത്തെ ചോദ്യം: ദ പ്ലാസൻ്റ ഈസ് കണക്റ്റഡ് ടു ഡെവലപ്പിംഗ് ബേബി ബൈ ദ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് അംബ്ലിബിക്കൽ കോഡ്. ഹൗ പ്ലാസൻ്റ ഈസ് കണക്റ്റഡ് ടു ദ ഫ്യൂറ്റസ് അല്ലെങ്കിൽ ബേബി ഇൻ ദ വൂംബ് എന്ന് ചോദിച്ചാൽ, അതായത് എങ്ങനെയാണ് പ്ലാസൻ്റ ഈ ഗർഭപാത്രത്തിനകത്തുള്ള ആ ബേബിയുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്ലാസൻ്റ ഈസ് കണക്റ്റഡ് ടു ദ ഡെവലപ്പിംഗ് ബേബി. പ്ലാസൻ്റ ആ വളരുന്ന കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബൈ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, ഒരു ട്യൂബ് പോലെയുള്ള സ്ട്രക്ചർ കൊണ്ടാണ്. അതിന് പറയുന്ന പേരാണ് അംബ്ലിബിക്കൽ കോഡ്. അതിന് പറയുന്ന പേര് അംബ്ലിബിക്കൽ കോഡ് എന്നുള്ളതാണ്. ഇനി 162: ത്രൂ ദ അംബ്ലിബിക്കൽ കോഡ് ദ പ്ലാസൻ്റ പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഡെവലപ്പിംഗ് ബേബി. സോ അപ്പോൾ നമ്മളൊന്ന് ചോദിക്കുക: വിച്ച് ഓർഗൻ പ്രൊവൈഡ്സ് ദ ബേബി ആർ ഫീറ്റസ് ദ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്? ഏത് ഓർഗൻ ആണ് അല്ലെങ്കിൽ ഏത് അവയവമാണ് ഗർഭത്തിലായിരിക്കുന്ന ശിശുവിന് ഓക്സിജനും ന്യൂട്രിയൻസും നൽകുന്നത് എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ നമ്മൾ എഴുതുക: ത്രൂ ദ അംബ്ലിബിക്കൽ കോഡ്. അംബ്ലിബിക്കൽ കോഡിലൂടെ പ്ലാസൻ്റ പ്രൊവൈഡ്സ്, പ്ലാസൻ്റ നൽകുന്നു ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ, ഓക്സിജനും ന്യൂട്രിയൻസും ടു ദ ഡെവലപ്പിംഗ് ബോഡി, അതായത് ബേബി, അതായത് വളരുന്ന കുഞ്ഞിന് നൽകുന്നു. ഓക്കെ, ഇനി 163ാമത്തെ ചോദ്യം: പ്ലാസൻ്റ എ ടെമ്പററി സ്ട്രക്ചർ ഫോംഡ് ആഫ്റ്റർ ബ്ലാസ്റ്റോസിസ് adheres to the uterine wall. അതായത് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ? പ്ലാസൻ്റ, വേർ ഡു ദ പ്ലാസൻ്റ ഈസ് അഡ്ഹേഴ്സ്ഡ്, അത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക പ്ലാസൻ്റ ഈസ് പ്ലാസൻ്റ നമ്മൾ മനസ്സിലാക്കുക അഡ്ഹേഴ്സ്ഡ് ടു ദ യൂട്ടറൈൻ വാൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാനത് പറയാം. ഓക്കെ, ദ പ്ലാസൻ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ ടെമ്പററി സ്ട്രക്ചർ. ഓക്കെ, അത് ടെമ്പററി, അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഒരു ഘടകമാണ്. ഓക്കെ, അല്ലെ ഘടകമല്ല, ഒരു രൂപമാണ്. ഫോംഡ്, അത് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു രൂപം ആണ്. അതെന്താണ്? ആഫ്റ്റർ ദ ബ്ലാസ്റ്റോസിറ്റ്, അതായത് ബ്ലാസ്റ്റോസിറ്റ് രൂപപ്പെട്ടതിന് ശേഷമാണ് പ്ലാസൻ്റ രൂപപ്പെടുന്നത്. അഡ്ഹേഴ്സ്, അതെന്താണ്? സ്റ്റിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നു ടു ദ യൂട്രൈൻ വാൾ, അത് യൂട്രൈൻ വാളിനോടാണ് ഒട്ടിപ്പിടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 164ാമത്തെ ചോദ്യം: പ്ലാസൻ്റ ഈസ് ഫോംഡ് ബൈ എംബ്രിയോണിക് ആൻഡ് യൂട്ടറൈൻ ടിഷ്യൂസ്. എന്തുകൊണ്ടെല്ലാമാണ് പ്ലാസൻ്റ രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉത്തരം എഴുതാം: പ്ലാസൻ്റ ഈസ് ഫോംഡ് ബൈ എംബ്രിയോണിക് ആൻഡ് യൂട്രൈൻ ടിഷ്യൂസ്. അതായത് പ്ലാസൻ്റ രൂപപ്പെട്ടിരിക്കുന്നത് എംബ്രിയോണിക്, അതായത് എംബ്രിയോയുടെ ടിഷ്യൂ കൊണ്ടും യൂട്ടറൈൻ ടിഷ്യൂ കൊണ്ടുമാണ്, ഗർഭപാത്രത്തിനകത്തുണ്ടായിരിക്കുന്ന ടിഷ്യൂകൾ കൊണ്ടുമാണ്. ഇനി 165ാമത്തെ ചോദ്യം: ദ അംബ്ലിബിക്കൽ കോഡ് കണക്ട്സ് ദ ബേബി ടു ദ മദർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്: എന്താണ് ഒരു ഗർഭസ്ഥ ശിശുവിനെ അമ്മയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? അംബ്ലിബിക്കൽ കോഡ് ആണ് ഒരു ഗർഭസ്ഥ ശിശുവിനെ അമ്മയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി 166ാമത്തെ ചോദ്യം: ഡ്യൂറിങ് ദ ഫീറ്റൽ ഡെവലപ്മെൻറ്റ് ഇൻ ദ വൂം, അതായത്
ഒരു ഫീറ്റസ് വൂമ്പിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഡെവലപ്മെൻറ്റ് ഇൻ ദ വൂംബ് ഓഫ് ദ മദർ, അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുമ്പോൾ, ദ അംബ്ലിബിക്കൽ കോഡ് ഈസ് ദ ലൈഫ് ലൈൻ ടു ദ ബേബി. ഓക്കെ, അപ്പോൾ വെൻ എ ഫീറ്റസ് ഈസ് ഇൻ ദ മദേഴ്സ് വൂം, വാട്ട് ഈസ് ദ ലൈഫ് ലൈൻ ഓഫ് ദ ബേബി എന്ന് ചോദിച്ചാൽ എന്താണ് ജീവൻ പ്രദാനം ചെയ്യുന്ന ആ ഒരു ലൈഫ് ലൈൻ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ പദാർത്ഥങ്ങൾ നൽകുന്ന സാധനത്തിനെയാണ് ലൈഫ് ലൈൻ, ലഭിക്കുന്ന മാർഗത്തിനെയാണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു കുഞ്ഞ് അമ്മയുടെ ശരീരത്തിലായിരിക്കുമ്പോൾ എന്താണ് അവൻ്റെ ലൈഫ് ലൈൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ഡ്യൂറിങ് ദ ഫീറ്റൽ ഡെവലപ്മെൻറ്റ്, അതായത് ഒരു ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഇൻ ദ വൂംബ്, അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ദ അംബ്ലിബിക്കൽ കോഡ് ഈസ് എ ലൈഫ് ലൈൻ ടു ദ ബേബി, അതായത് അംബ്ലിബിക്കൽ കോഡാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിൽക്കുന്നതിനുള്ള പദാർത്ഥങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാം.